എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പം എന്ത് ചെയ്യും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പൈസ. അപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പം ഇന്നൊക്കെയാണ് പൈസ വേണ്ടത്. ഇന്ന് 5 മണിയാകുമ്പോഴേക്ക് പൈസ വേണം. എന്ത് ചെയ്യും? ഒരു സൊല്യൂഷൻ കാണാനില്ല. സോ ഒരു വഴിയില്ല, ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പം എന്താ ചെയ്യാം? നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പായിരിക്കും കടം ചോദിക്കുക എന്നുള്ളത്. സോ കടം ചോദിക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് പേരോട് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. നമുക്ക് കുറച്ച് പൈസയുടെ ആവശ്യം വന്നാൽ മിക്കത് നമ്മൾ സകലരോടും കടം ചോദിച്ചുകൊണ്ടിരിക്കും, അല്ലേ ഗൈസ്? അപ്പോൾ നമ്മൾ എന്താ പറയുക, എല്ലാവരോടും പൈസ കടം ചോദിക്കും. പൈസ നമ്മൾ കടം ചോദിച്ചാൽ അവർ പറയും നോക്കട്ടെ എന്ന് വെച്ചാൽ. അപ്പം മെസ്സേജ് നമ്മൾ അയച്ചാൽ അവരത് നോക്കിയിട്ട് റിപ്ലൈ പോലും തരില്ല കേട്ടോ. കുറേ കഴിഞ്ഞ് നമ്മുടെ ആവശ്യം എപ്പോഴാണെന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ച് അവർ ആ ഒരു ടൈം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവർ റിപ്ലൈ തരാം. അയ്യോ നിന്റെ മെസ്സേജ് ഞാൻ ഇപ്പോഴാണ് കണ്ടത്, അയ്യോ നിന്റെ മെസ്സേജ് നിന്റെ വോയിസ് ഇപ്പോഴാണ് കേട്ടത്, ഫോൺ ഇപ്പോഴാണ് കണ്ടത്, സോറി കേട്ടോ എന്നൊക്കെ പറയും. അങ്ങനൊരു എക്സ്ക്യൂസ് പറയും അവർ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ചോദിച്ചാൽ അയ്യോ നോക്കട്ടെ, ഉറപ്പ് പറയുന്നില്ല, നോക്കട്ടെ എന്ന് പറയും. ചിലർ പറയും ഓക്കെ പൈസ കയ്യിലുണ്ട് അക്കൗണ്ടിലില്ല, നീ എന്താ ചെയ്യുക? അപ്പം ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറയുമ്പോൾ അയ്യോ അത് ബുദ്ധിമുട്ടോ, അത് വേണ്ട. ഇതൊക്കെ അവർക്ക് തരാതിരിക്കാൻ പറ്റുന്ന പറയുന്ന എക്സ്ക്യൂസസ് മാത്രമാണ് കേട്ടോ. അപ്പം നമ്മളാണെങ്കിലോ ഓക്കെ നല്ലവരല്ലേ, ചോദിച്ചോക്കാൻ നേരത്തെ നമ്മളെല്ലാവരോടും പൈസ ചോദിക്കും. ഒരാളോട് പൈസ തരത്തുമില്ല, എന്നാൽ നമ്മൾ ചോദിക്കുകയും ചെയ്യും. ചിലവരാണെങ്കിലോ നമ്മുടെ ആ ഒരു മെസ്സേജ് കണ്ടാൽ തന്നെ റിപ്ലൈ പോലും തരാതെ ആ ഒരു പോക്ക് പോയിരിക്കും. പിന്നെ നമ്മളുടെ ഒരു കോണ്ടാക്റ്റിനോ മെസ്സേജിനോ വരില്ല. പിന്നെ ഒരു പക്ഷെ മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവരുടെ അടുത്തുനിന്ന് ഒരു റിപ്ലൈ കിട്ടുന്നത് കേട്ടോ ഗൈസ്. അപ്പം അങ്ങനെ ആയിരിക്കും നമ്മളുടെ ചുറ്റിലുള്ള ആൾക്കാരുണ്ടാവുക. മിക്ക ആൾക്കാർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ പൈസയ്ക്ക് ഒരു ആവശ്യമുണ്ട്. ഇപ്പോൾ ഒരു 500 രൂപ എന്നൊക്കെ ഒരു ആവശ്യമുണ്ട്, അത്യാവശ്യമാണെന്ന് വെച്ചാൽ വളരെ അത്യാവശ്യമുള്ള ഒരു പൈസയാണെന്ന് വിചാരിക്കാം. ആ ആവശ്യം പടച്ചോൻ വിചാരിക്കുകയാണെങ്കിൽ ആവശ്യം അത് നല്ല ഭംഗിയായിട്ട് തന്നെ നടക്കും. കടം മാക്സിമം ചോദിക്കാതിരിക്കുക. ഇനി അഥവാ ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാരൻസിനോട്, നമ്മുടെ ബ്രദേഴ്സിനോട്, നമ്മുടെ സിസ്റ്റേഴ്സിനോട്, പിന്നെ നമ്മൾ ഏറ്റവും ഉറപ്പുള്ള, നമുക്ക് കിട്ടും ചോദിച്ചാലും കുഴപ്പമില്ല നമ്മളടുത്ത് റിലേഷൻ വെക്കുന്ന അത്രയും ഉറപ്പുള്ള ആൾക്കാരോട് മാത്രം ചോദിക്കുക. അല്ലാതെ വാരി വലിച്ച് എല്ലാവരോടും ചോദിക്കാൻ നിൽക്കല്ലോ കേട്ടോ. ചോദിച്ചാൽ ആ റിലേഷൻ കട്ടാവുകയും ചെയ്യുന്നു മാത്രമല്ല നമ്മുടെ വാല്യൂം കുറയും. അപ്പോൾ മാക്സിമം കടം വാങ്ങിക്കുന്നത് നിർത്തുക. ഇല്ല കടം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ആൾക്കാരോട് മാത്രം ചോദിക്കുക കേട്ടോ. അതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ.